Hello everyone, welcome to my classes. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ 250 PYQ സീരീസിന്റെ ഭാഗമായിട്ട് റീഡിംഗ് കോംപ്രിഹെൻഷൻ റിലേറ്റഡ് ആയിട്ടുള്ള തേർഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നടന്നിട്ടുള്ള UGC നെറ്റ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന 3 മെത്തേഡ്സിനെ പറ്റി ഈ സീരീസിലെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ തീർച്ചയായിട്ടും കാണാം. സോ അതിൽ തേർഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു RC ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ നിങ്ങളൊന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് പാരഗ്രാഫ് വായിക്കുക. ചെറിയൊരു പാരഗ്രാഫ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് വായിക്കണമെങ്കിൽ വായിക്കാം, അതല്ലെങ്കിൽ നമ്മൾ തേർഡ് മെത്തേഡ് പറഞ്ഞ പോലെ പകുതി വരെ നമുക്ക് വായിക്കാം. ഇപ്പം ഞാനിവിടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു 6th ലൈനിലൊരു പോയിന്റ് വരുന്നില്ല, അതുവരെ ഞാൻ വായിക്കുന്നുള്ളൂ. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് പോസ് ചെയ്തിട്ട് വായിക്കുക കേട്ടോ. The beginning of the 15th century opened a new horizon for Oriya poets. It coincided with the most glorious period of Oriya history. Kabilendra Dev, 1434 to 1467, a worthy son of the Orisian soil, usurped the kingdom from the hands of the Ganas, the southern dynasty, and the monarch of Orissa. He conquered vast territories of the southern peninsula up to the Krishna river in the south and Gulbarga in the west, and united people of many languages under one administration. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു പകുതി വരെ വായിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കി നോക്കാം, നമുക്ക് ആൻസർ കിട്ടുമെന്ന് നോക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. ഇല്ലെങ്കിൽ ബാക്കി കൂടി നമുക്ക് വായിക്കാം കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇൻ പരശുരാമ വ്യായോഗ ഹൗ ഡിഡ് കപിലേന്ദ്ര ദേവ് ഷോ ഹിസ് സപ്പോർട്ട് ഫോർ ദ ഒറിയ ലാംഗ്വേജ്? അത് നമ്മൾ വായിച്ച ആ ഒരു ഇതിലുണ്ടായിരുന്നില്ല, പാട്ടിലില്ല. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കപിലേന്ദ്ര ദേവ്സ് martial expeditions expanded Orissa's dominion up to which fluvial boundary in the south? അത് നമ്മൾ വായിച്ചതിലുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഏത് റിവർ ആയിരുന്നു? ഗോദാവരി, കൃഷ്ണ, കാവേരി or തുംഗഭദ്ര? അപ്പോൾ അതിൽ വരുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു കൃഷ്ണ റിവർ ആണ് അല്ലേ? അവിടെ പറയുന്നുണ്ട് he conquered vast territories of the southern peninsula up to the Krishna river എന്ന് പറയുന്നുണ്ട് in the south. സോ ആൻസർ എന്ന് പറയുന്നത് കൃഷ്ണ എന്നുള്ളതാണ്, കൃഷ്ണ റിവർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കപിലേന്ദ്ര ദേവ്സ് ഡിവോഷൻ ടു വിച്ച് ഡൈറ്റി കോൺട്രിബ്യൂട്ടഡ് ടു ദ ക്രിയേറ്റീവ് അറ്റ്മോസ്ഫിയർ ഇൻ ഒറീസ? നമ്മൾ വായിച്ച പാട്ടിൽ വന്നിട്ടില്ല. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് വാസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് കൾച്ചറൽ ഇമ്പാക്ട്സ് ഓഫ് കപിലേന്ദ്ര ദേവ്സ് വിക്ടറീസ് ആൻഡ് യൂണിഫിക്കേഷൻ ഓഫ് ഡൈവേഴ്സ് പീപ്പിൾ? ആ ഇതും വന്നിട്ടില്ല, നെക്സ്റ്റ് പാർട്ടിലാണ് ഉള്ളത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വിച്ച് മൊണാർക്ക് ഈസ് credited with the opening a new horizon for Oriya poets at the beginning of the 15th century? Kabilendra Dev, Sarala Das, Tulasidas and കാളിദാസ്. ഓപ്ഷൻ ഡി കാളിദാസ്. സോ ഇതിലെ ആൻസർ ഏതാ വരുന്നത്? നമ്മൾ വായിച്ചു അല്ലെ, ആദ്യം തന്നെ പറയുന്നുണ്ട് കപിലേന്ദ്ര ദേവാണ് അല്ലെ. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ കപിലേന്ദ്ര ദേവാണ്. ഇപ്പോൾ നമുക്ക് 5 ക്വസ്റ്റ്യനിൽ 2 ക്വസ്റ്റ്യന് ആൻസർ കിട്ടിയിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് വായിച്ചപ്പോൾ തന്നെ. ഇനി നമുക്ക് ബാക്കി കൂടി വായിക്കാം. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി പോസ് ചെയ്തിട്ട് ബാക്കി പോർഷൻ കൂടി വായിക്കുക. എന്നിട്ട് നമുക്ക് ഈ 5 ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കാം, നമ്മൾ ചെയ്തത് ശരിയല്ലേന്നും അതുപോലെ തന്നെ ഇനി അറ്റംപ്റ്റ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് കൂടി നോക്കിയിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്ന് പോസ് ചെയ്തിട്ട് ബാക്കി കൂടി ഒന്ന് വേഗം വായിച്ചോളൂ കേട്ടോ. His victory in a number of battles created an atmosphere of self-confidence in the Oriyas as a heroic nation, and they directed their attention to improving their language and literature. As a result, a great poet like Sarala Das emerged from the society. King Kabilendra Dev also encouraged his people to write in Oriya, and he himself included one Oriya poem in his Sanskrit work Parashurama Vyayoga, and accepted Oriya as the state language in place of Sanskrit and Tamil, and he issued a number of royal orders in Oriya. His ardent love for Jagannatha and his full dependence on him contributed a lot to bring about a creative atmosphere. Okay, so ഇതാണ് നമ്മുടെ പാരഗ്രാഫ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനിയൊന്ന് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തൊട്ടിട്ട് നോക്കാം, നമ്മൾ അറ്റൻഡ് ചെയ്യാത്ത കാര്യങ്ങൾ കൂടി നമുക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ. So first question എന്ന് പറയുന്നത്, ഇൻ പരശുരാമ വ്യായോഗ ഹൗ ഡിഡ് കപിലേന്ദ്ര ദേവ് ഷോ ഹിസ് സപ്പോർട്ട് ഫോർ ദ ഒറിയ ലാംഗ്വേജ് എന്നുള്ളതാണ്. നമ്മൾ വായിച്ചിട്ടായിരുന്നു, ഇപ്പോൾ വായിച്ച ആ സെക്കൻഡ് പാർട്ടിൽ ഉണ്ടായിരുന്നു. അത് എന്താ ചെയ്തത്? കപിലേന്ദ്ര ദേവ് ഹി ഓൾസോ എൻകറേജ്ഡ് ഹിസ് പീപ്പിൾ ടു റൈറ്റ് ഇൻ ഒറിയ ആൻഡ് ഹി ഹിംസെൽഫ് ഇൻക്ലൂഡഡ് വൺ ഒറിയ പോയം എന്നാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അത് ഇതിലേതാ നോക്കുക? ഓപ്ഷൻ എ, ബൈ റൈറ്റിംഗ് ദി എൻറ്റയർ വർക്ക് ഇൻ ഒറിയ, by including an Oriya, by translating it into multiple languages, by prohibiting Sanskrit and Tamil language. So ഏതാ ആൻസർ വരുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, by including an Oriya. ഓക്കെ, അപ്പോൾ അതാണ് ആൻസർ വരുന്നത് കേട്ടോ.
ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്മൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കപിലേന്ദ്ര ദേവിന്റെ മാർഷൽ എക്സ്പെഡീഷൻ എക്സ്പാൻഡഡ് ഒറീസസ് ഡൊമീനിയൻ അപ് ടു വിച്ച് ഫ്ലൂവൽ ബൗണ്ടറി ഇൻ ദ സൗത്ത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അത് ആൻസർ എന്ന് പറയുന്നത് കൃഷ്ണ റിവർ ആണ്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കപിലേന്ദ്ര ദേവ്സ് ഡിവോഷൻ ടു വിച്ച് ഡയറ്റി കോൺട്രിബ്യൂട്ടഡ് ടു ദ ക്രിയേറ്റീവ് അറ്റ്മോസ്ഫിയർ ഇൻ ഒറീസ. ഏറ്റവും ലാസ്റ്റ് പാർട്ടിൽ പറയുന്നുണ്ട് ഹിസ് ആർഡൻ ലവ് ഫോർ ജഗന്നാഥ അല്ലെ, ലോർഡ് ജഗന്നാഥയാണ്. സോ ഓപ്ഷൻ സി ആണ് വരുന്നത്, ജഗന്നാഥ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് വാസ് വൺ ഓഫ് ദ സിഗ്നിഫിക്കൻറ്റ് കൾച്ചറൽ ഇമ്പാക്ട്സ് ഓഫ് കപിലേന്ദ്ര ദേവ്സ് വിക്ടറീസ് ആൻഡ് യൂണിഫിക്കേഷൻ ഓഫ് ഡൈവേഴ്സ് പീപ്പിൾ? Option A, the decline of the Oriya language. Option B, the rise of Sanskrit language. C, the encouragement of Oriya literary composition. The prohibition of all regional languages. So, ഏതാ ആൻസർ വരുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അവിടെ പറയുന്നുണ്ട് കിങ് കപിലേന്ദ്ര ദേവ് ഓൾസോ എൻകറേജ് ഹിസ് പീപ്പിൾ ടു റൈറ്റ് ഇൻ ഒറിയ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ദ എൻകറേജ്മെന്റ് ഓഫ് ഒറിയ ലിറ്റററി കമ്പോസിഷൻ എന്നുള്ളതാണ് ആൻസർ. ഫിഫ്ത്ത് വണ്ണിൻ്റെ ആൻസർ നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടായിരുന്നു, കപിലേന്ദ്ര ദേവ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തേർഡ് മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു RC റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യനും ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ടൈമർ വെച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. മാക്സിമം സ്പീഡിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു റീഡിംഗ് കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ലേണേഴ്സ്.